കർത്താവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ജിസ്മി, ഇതെൻ്റെ ഹസ്ബൻഡ് നിതീഷ്, മമ്മി ജെസ്സി. ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത്. 2021 നവംബർ മാസത്തിലാണ് മമ്മി പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. അത് ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു. അത് കഴിഞ്ഞ് 2022 ഞാൻ നവംബർ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി എടുത്തിരുന്നു. ഓൺലൈൻ ഉടമ്പടി ഒഴിച്ച് എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങളാണ് എനിക്കിവിടെ കൂടുതലായിട്ടും പറയാനുള്ളത്. എൻ്റെ ഹസ്ബൻഡ് 2 വർഷമായിട്ട് അവിടെ ഞങ്ങൾ മാൾട്ടയിലാണ് സെറ്റിലായിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഒരു നല്ലൊരു ജോലി കിട്ടുവാനും അത് കാഷ്വലായിട്ടൊരു ടോക്കിലൂടെ ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ നല്ലൊരു ജോലിക്ക് കയറാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വാടകയ്ക്ക് വീട് മാറേണ്ട ഒരു ദിവസം ലാസ്റ്റ് ഡേറ്റിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ആ ഒരു ഉടമ്പടിയിലായിരിക്കണ ഒരു ആക്ച്വൽ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അത് കഴിഞ്ഞ് കൂടുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ചേട്ടായി പിന്നെ കളിയാക്കുമായിരുന്നു, എവിടെ നിൻ്റെ മാതാവ്, നിനക്ക് ഇതുവരെ ഒരു വീട് പോലും അവസാന ദിവസം ആയിട്ട് പോലും കിട്ടിയില്ലല്ലോ എന്ന്. അങ്ങനെ നവംബർ 28 ഞങ്ങൾക്ക് വീട് വിട്ടിറങ്ങണമായിരുന്നു. ഹൗസ് ഓണറോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ നീട്ടി തന്നു. 30th വരെ നിന്നോളാൻ പറഞ്ഞു. 30th ഞങ്ങൾക്കൊരു വീട് അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചെന്നപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവർ പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും തന്നില്ല. അത് കഴിഞ്ഞ് ഈവനിങ് അന്ന് ആ സെയിം ഡേ ഈവനിങ്ങിൽ ഞങ്ങൾക്ക് 5 മണിക്ക് വേറൊരു വീട് റെഡിയായി. ഞങ്ങൾ ചെന്ന് കണ്ടു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അവർക്ക് ഓണർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു ഓണറായിരുന്നു, ലേഡി ആയിരുന്നു. അങ്ങനെ ഒരു ബ്ലൂ കളർ പെയിൻ്റ് അടിച്ച വീടായിരുന്നു. ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു എനിക്കൊരു അടയാളം വേണമെന്ന്. പിന്നെ ആ ഒരു വീട് ചർച്ചിൻ്റെ അടുത്തായിരുന്നു. ആ ചർച്ച് മാതാവിൻ്റെ ചർച്ചായിരുന്നു. അങ്ങനെ പ്രത്യേകം അങ്ങനെ ഒരു വീട് തന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ അടുത്ത അനുഗ്രഹം എന്ന് പറയാനുള്ളത്, ഞങ്ങളൊരു 6 മാസമായിട്ട് കാറിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിലും എനിക്കൊരു അടയാളം വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ 6 മാസത്തിന് ശേഷം ഞങ്ങൾക്കൊരു ജൂൺ മാസത്തിൽ 2 years ബാക്കായിരുന്നു. ജൂൺ മാസത്തിൽ ഞങ്ങൾക്കൊരു ആഷ് കളർ, മാതാവിൻ്റെ കളറിനോട് ചേർന്നൊരു കളർ തന്ന് മാതാവ് ഞങ്ങൾക്കൊരു കാറ് തന്ന് അനുഗ്രഹിച്ചു. അതുകൂടാതെ മദറിൻലോയുടെ വീട്ടിൽ ഇയേഴ്സായിട്ട് കുറച്ച് 20 years മേലെയായിട്ട് പ്രശ്നങ്ങൾ നടന്നിരുന്നു. അവർ സിബ്ലിങ്സ് തമ്മിൽ സംസാരിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകുമായിരുന്നു, എന്നാൽ പോലും അവർ തമ്മിൽ അത്രയും ചേർച്ചയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർ ഞങ്ങളോടൊപ്പം വന്നിരുന്ന് ചായ കുടിക്കാനും സംസാരിക്കാനും ഒരു സിറ്റുവേഷൻ വരെ മാതാവ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. 25 വർഷമായിട്ട് അവർ സംസാരിക്കുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് അവർ വീണ്ടും പഴയ രീതിയിലിട്ടില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് കൂടെ വന്നിരുന്ന് ചായ കുടിക്കാനും സംസാരിക്കാനും ഒരു സിറ്റുവേഷൻ മാതാവ് വഴിയാണ് തന്നതെന്ന് എനിക്കിപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ വരാനും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനും അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ ഉടമ്പടി പത്രം കാണാതായിട്ട് 2 വർഷമായി. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഞാൻ നാട്ടിൽ വന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത്. ഇവിടുന്ന് പോയി പിറ്റേ ദിവസം തൊട്ട് ഞാൻ അവിടെ ചെന്ന് പത്രം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മമ്മിയോടാണെങ്കിലും എൻ്റെ ചേട്ടായിയുടെ മമ്മിയോടാണെങ്കിൽ വിളിച്ച് പത്രം തരാൻ പറഞ്ഞ് ആർക്കും കണ്ടുപിടിക്കാൻ കിട്ടിയില്ല. ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയണമായിരുന്നു, ഉടമ്പടി പുതുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. എനിക്ക് ധ്യാനം തീരുന്നതിന് മുമ്പ് എനിക്ക് പത്രം കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ എനിക്കൊരു തോന്നൽ വന്നു, കബോർഡ് തുറക്കുക. കൈ എങ്ങനെയോ എൻ്റെ കബോർഡ് ഷെൽഫിലോട്ട് പോയി. എൻ്റെ കയ്യിൽ തടഞ്ഞത് പത്രമായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വേദിയിൽ നിന്ന്, ഈ അൾത്താരയിൽ നിന്ന് നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ മാതാവിനെ എനിക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾക്കായി ഞാനിവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. ഉടമ്പടി എടുത്ത സമയത്ത് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മമ്മി ഇവിടുന്ന് എനിക്ക് പത്രം അയച്ചു തരുമായിരുന്നു മാൾട്ടയിലോട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇംഗ്ലീഷ് പത്രമായിരുന്നു അയച്ചു തന്നിരുന്നത്. അപ്പോൾ അവിടെ എല്ലാ മോൾട്ടീസ് പീപ്പിൾക്കും എല്ലാവർക്കും കൊടുത്ത് ഞങ്ങൾ മാതാവിനെ കുറിച്ച് പറയുമായിരുന്നു. ഇങ്ങനെ ഒരു കൃപാസത്തിനെ കുറിച്ച് പറയുമായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലം, ആൾക്കാർ, അച്ഛൻ എല്ലാവരെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾ മാസം ഞങ്ങളുടേതാവുന്നൊരു തുക വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് അവർ പാവപ്പെട്ടവർക്കാണെങ്കിലും ക്യാൻസർ രോഗികൾക്കാണെങ്കിലും നല്ലൊരു കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി ഞങ്ങളൊരു തുക മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത്
ഞാൻ ചെയ്ത പാപങ്ങളോർത്ത് പലപ്പോഴും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത്രയും സമയമെടുത്ത് മാതാവിൻ്റെ അടുക്കലേക്ക് എത്താനായിട്ട്. മാതാവ് വഴിയാണ് എൻ്റെ വീടും അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിലുള്ളവരും കൂടുതൽ വിശുദ്ധിയിലേക്ക് എത്താനായിട്ട് കൂടുതൽ എന്നെ മാതാവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്രയും നന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനം 138:3. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളുകളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്നു തന്നു, എന്നെ ശക്തിപ്പെടുത്തി. യേശുവിൽ പ്രിയമുള്ളവരെ, ജാസ്മിൻ ഔസേപ്പച്ചൻ ഔസേപ്പ് ഇരിങ്ങാലക്കുടയുടെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത്. ആ മോള് പറഞ്ഞത് ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മാൾട്ടയിൽ ജോലി ലഭിച്ചു. അതിനുശേഷം മാൾട്ടയിൽ ഒരു വീട് വേണം ഞങ്ങൾക്ക് താമസിക്കാൻ. അതും ലഭിക്കുന്നില്ല. അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് വാടക വീടല്ല, സ്വന്തമായിട്ടൊരു വീട് വേണം. അത് അമ്മ തരുന്ന വീടാണെന്നൊരു അടയാളം തരണം. അതിനുശേഷം മോൾക്ക് കിട്ടിയ അനുഗ്രഹമാണ്. അമ്മയുടെ ബന്ധുക്കൾ 25 വർഷമായിട്ട് അവരോട് സംസാരിക്കാറില്ലായിരുന്നു. അത് സാധിച്ചു കിട്ടി. അതിനുശേഷം ഒരു കാർ വേണമെന്ന് പറഞ്ഞു. അമ്മ ആ കാറ് നൽകി. ഉടമ്പടി പേപ്പർ കാണാതെ വന്നു. 2 വർഷമായിട്ട് ഉടമ്പടി എടുത്തിട്ട് മാൾട്ടയിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ലീവിന് വന്നത് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണം, ഉടമ്പടി പുതുക്കുകയും വേണം, സാക്ഷ്യവും പറയണം. അതിനാണിപ്പോൾ ലീവിന് വന്നത്. അതിനുശേഷം കാരുണ്യ പ്രവൃത്തി മോള് ചെയ്യുന്നുണ്ട്. അമ്മ മാൾട്ടയിലേക്ക് ഇംഗ്ലീഷ് പത്രം അയച്ചു കൊടുക്കുമ്പോൾ അത് ഇംഗ്ലീഷുകാർക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അതിനുശേഷം കാരുണ്യ പ്രവൃത്തികൾ, അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് രോഗികൾക്കായി മക്കൾക്ക് പ്രേക്ഷിത കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നു. ഇത്രയുമാണ് ഈ ജാസ്മിൻ്റെ സാക്ഷ്യം. ഒരു ഇൻ്റർവ്യൂവും എടുക്കാതെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ മാൾട്ടയിലേക്ക് പരിശുദ്ധ അമ്മ കൈപിടിച്ചുയർത്തി. അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരെ അമ്മ ഉയർത്തുന്നത് ഇങ്ങനെയാണ്. അതിനുശേഷം വീടിന് വേണ്ടിയിട്ട് നടന്നു. ജീവിത പങ്കാളി പറഞ്ഞു, എവിടെയാ നിൻ്റെ അമ്മ? നീ അമ്മ വീട് തരുമെന്നല്ലേ പറഞ്ഞത്? അവൾ അപ്പോൾ പറഞ്ഞു, വീട് തരിക തന്നെ ചെയ്യും ചേട്ടാ, നമ്മൾക്ക് നല്ലൊരു വീട്, അമ്മയുണ്ടെന്നുള്ള ഒരടയാളമുള്ളൊരു വീട് തരുമെന്ന്. അതാ ബ്ലൂ കളറിലുള്ള ഒരു വീടാണ് അവർക്ക് കിട്ടിയത്, പെയിൻ്റുള്ള. അങ്ങനെ അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലായി, ധൈര്യം കിട്ടി. അമ്മയുടെ ധൈര്യമാണ് ആ മോൾക്ക് കിട്ടിയത്, അമ്മ തരുമെന്നുള്ള വലിയ വിശ്വാസത്തിൽ. അതിനുശേഷം അമ്മയുടെ ഒരു അമ്മയുടെ കളറുള്ള ഒരു കാർ വേണമെന്ന് ആഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ അതും സാധിച്ചു കൊടുത്തു. അമ്മയോട് ഉടമ്പടി എടുത്തിട്ട് വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയും ചെയ്തപ്പോൾ അമ്മ കൈവിട്ടില്ല. ദാവീദിൻ്റെ ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഈ മോൾക്ക് പരിശുദ്ധ അമ്മ കൊടുത്ത ഗിഫ്റ്റുകളാണിത്. അതിനുശേഷം മോൾക്ക് അമ്മ വച്ചടി ഉയർച്ച കൊടുക്കുകയാണ്. കാർ കൊടുത്തതിന് ശേഷമാണ് 25 വർഷമായിട്ട് അമ്മയുടെ സഹോദരങ്ങൾ തമ്മിൽ പിണക്കത്തിലായിരുന്നു. ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഒരുമിച്ചിരുന്നൊരു കാപ്പി കുടി മതി, അതായിരുന്നു ആഗ്രഹിച്ചത്. പരിശുദ്ധ അമ്മ അതും സാധിച്ചു കൊടുത്തു. അവൾ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ, ഇവിടെ നിന്ന് അമ്മ അയച്ചു കൊടുക്കുന്ന പത്രം ഇംഗ്ലീഷുകാരുടെ അടുത്ത് കൊണ്ടുചെന്ന് കൊടുക്കും. അവർ തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധമ്മ ഇത്രയും വലിയ അനുഗ്രഹം കൊടുത്തതിന് കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം ശക്തനായവരിൽ നമ്മ വൻകാര്യം ഇവർക്ക് ചെയ്തു കൊടുത്തതിനെ ഓർത്ത് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.